ഇപ്പൊ തന്നെ മീറ്റിംഗിന്റെ സമയം വൈകിന്നേ. പോയി അവിടെ ഇരുന്ന പെണ്ണുങ്ങളെ, എന്റെ അധ്യക്ഷ പ്രസംഗത്തിന്റെ പ്രാക്ടീസ് ഒന്ന് ചെയ്യട്ടെ. വിശിഷ്ട അവശിഷ്ടങ്ങളെ കുടുംബത്തിലെ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് പറയണം. കുടുംബശ്രീ എന്ന് പറയാൻ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമായി വിമർശിച്ച് സ്ത്രീകൾക്ക് വേണ്ട സംരക്ഷണം നൽകുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ പ്രധാന ചേച്ചിയെ, നിങ്ങൾ ചുമ്മാ സമയം കളയല്ലട്ടാ. ഇവിടെ ക്യൂ ആയിട്ട് കുടുംബശ്രീയുടെ ആനിവേഴ്സറിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാ. ചേച്ചി വേണം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ, കേട്ടോ? ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്നേ. കുട്ടികളുടെ പ്രോഗ്രാം ശരിയാക്കണമെന്നേ ഉള്ളൂ. ഇത് പറ്റില്ല പറ്റില്ല പറ്റൂലാട്ടാ. നടക്കട്ടെ, നമുക്കിരിക്കാടി. ബാ മക്കളെ, നിങ്ങൾ കളിക്കൂ. അങ്ങ് അമേരിക്കയിൽ പോയി കലയും തെളിവൊക്കെ വാങ്ങാനുള്ളതാ. കലയും തെളിവോ? അതല്ലടി ചേച്ചി ഉദ്ദേശിച്ചത് കലാതിലകമെന്നായിരിക്കും. തങ്കുവേ, ആ പിള്ളേര് പാട്ടാ കിട്ടോടി. അതെ, ഡാൻസ് എന്നൊക്കെ പറഞ്ഞ ഇതാണോ? ഞാനൊരു ഡാൻസ് അങ്ങ് പഠിപ്പിച്ചു തരാം. തങ്കുവേ, എന്റെ ആ പാട്ടിടറി. മേരി ചേച്ചിയുടെ മാസ്റ്റർ പീസ് ആയിരിക്കും. കൂടാത്തിന്റെ വില പറയടി കൂടാത്തിപ്പെണ്ണേ, കൂടാത്തിപ്പെണ്ണേ, കൂടാത്തിന്റെ വില പറയടി. ദാ കിടക്കുന്നു സവാള. തങ്കുവേ, എനിക്കൊരു പരാതി ഉണ്ട് കേട്ടാ. ഞാൻ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അതിന് റിപ്ലൈ തന്നിട്ടില്ല. നീ എപ്പോഴാണ് ഇട്ടത്? അത് പുലർച്ചെ ഒരു 3 മണിക്ക്. പിന്നെ മനുഷ്യൻ മൂടി പൊതിച്ചിറങ്ങുന്ന നേരത്താ അവക്കടെ ഒരു മുടിഞ്ഞ ഗുഡ് മോർണിംഗ്. അതൊക്കെ പോട്ടെ, നിങ്ങൾ അറിഞ്ഞോ ഞാനിപ്പോ പുതിയ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. നിങ്ങൾ കേട്ടിട്ടില്ലേ AI, my sweet friend? ലില്ലിപ്പെണ്ണേ, അതെന്നതാടിയേ? ഇതാ കേട്ടു നോക്കിക്കേ. ഹലോ AI, എന്റെ ഭർത്താവ് വീട്ടിൽ ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് എന്തായിരിക്കും ചിന്തിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറയിളക്കുന്ന ആ നഗ്നസത്യം വെളിപ്പെടുത്താൻ
ഏയ് താല്പര്യപ്പെടുന്നില്ല. അത് പൊളിച്ചു. നിനക്കിപ്പോ സമാധാനമായല്ലോ. അവളുടെ ഒരു AI പുതിയ ടെക്നോളജിയും. ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ കുറെ എണ്ണമുണ്ട്. മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ നിലാവത്ത് അഴിച്ചുവിട്ട കോഴികളെ പോലെ ഊണും വേണ്ട ഉറക്കോ ഇല്ല. അതെ അതെ, ചേച്ചി പറഞ്ഞത് 100 അല്ല 200% ശരിയാ. മക്കളെ, മൊബൈൽ ഉപയോഗം കുറച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ച് ഈ ആന്റിമാർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. മൊബൈൽ ഉപയോഗം കുറിച്ചാൽ നമ്മുടെ സ്ട്രെസ് കുറയുകയും അതുവഴി മനസ്സ് ശാന്തമാവുകയും ചെയ്യും. ഓ, അപ്പൊ നമ്മൾ പിള്ളേർക്ക് മൊബൈൽ അത്ര നല്ലതല്ലല്ലോ ചേച്ചി. അതെ അതെ. അതുപോലെ മൊബൈൽ ഉപയോഗം കുറച്ചാൽ നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും. അധികമായാൽ അമൃതവും വിഷമാണ് എന്ന് കേട്ടിട്ടില്ലേ ആന്റി? അതെ, ഇത് ആന്റിമാര് മാത്രല്ല, നമ്മളെല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എനിക്ക് വക്ര ചന്തയ്ക്ക് അല്ല സൂക്കി പോവാറായി. ഞാൻ ചാളയില്ലാതെ ചോറ് ഇറങ്ങത്തില്ലെന്നേ. വെറുതെ അല്ല ഈ പെണ്ണുമ്പിളെ എല്ലാരും ചാളമേരി ചാളമേരി എന്ന് വിളിക്കണേ. പെണ്ണെ മെല്ലെ പറയടി. എന്നതാടിയാ അവിടെ വിശ്വസിക്കുന്നേ? അതെ അതെ, എല്ലാരും നിങ്ങടെ വന്നേ. നമ്മുടെ ചാള അല്ലല്ല, നമ്മുടെ പ്രസിഡന്റ് സൂക്കിന് പോകുന്ന മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒരു കലാശക്കൊട്ടായാലോ?